ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ മൂന്നാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. അതിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് നൗണിനെ കുറിച്ചാണ്. പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? അത് നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വെർബ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിലൊരു ഭാഗമാണ് നൗൺ. ഏതെല്ലാം രീതികളിലുള്ള നൗണുകളുണ്ട്? എന്തിനാണ് നൗണിൻ്റെ വിശേഷത? ഇതെല്ലാമാണ് നമ്മളിന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്കും മറ്റുള്ള പരീക്ഷയ്ക്കെല്ലാം എങ്ങനെയാണ് ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നൗൺ ഈസ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു സാധനത്തിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരാളിൻ്റെയോ പേരായ ശബ്ദത്തിനാണ് നൗൺ എന്ന് പറയുന്നത്. നാമം എന്ന് പറയുന്നത് രാമൻ, സീത, ബെഞ്ച്, ഗോപാൽ, കൺട്രി എല്ലാം തന്നെ എന്താണ്? നൗണാണ്. ഇത് രണ്ടായിട്ട് വിഭജിക്കുന്നു. അത് പ്രോപ്പർ നൗണെന്നും കോമൺ നൗണെന്നുമാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്? അശോക വാസ് എ ഗ്രേറ്റ് കിങ്. അശോകൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗണാണ്. കിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ നൗണാണ്. കിങ്, എല്ലാ രാജാക്കന്മാരെയും നമ്മൾ കിങ് എന്നാണ് പറയുന്നത്, രാജാവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീത ഈസ് എ ഗുഡ് ഗേൾ. ഗേൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ നൗണാണ്. സീത എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ്. ഇനി രാമ ഈസ് എ ഗ്രേറ്റ് കിങ്. രാമൻ ഒരു നല്ലൊരു രാജാവായിരുന്നു. രാമൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ്. കിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ നൗണാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി നൗണിനെ തന്നെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. കളക്റ്റീവ് നൗണെന്നും അബ്സ്ട്രാക്റ്റ് നൗണെന്നും ഉണ്ട്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൂട്ടം നാമങ്ങളെയാണ് പറയുന്നത്. ഇപ്പം ആർമി എന്ന് പറയുന്നു. എ ക്രൗഡ്, ഒരു വലിയ ജനക്കൂട്ടം, ഒരു വലിയ സൈന്യം. ഇവയെല്ലാം തന്നെ നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിന് 3 രീതിയിലുള്ള വകഭേദങ്ങളുണ്ട്. അതിൽ ഒന്ന് ക്വാളിറ്റിയെ കാണിക്കുന്നുണ്ട്, രണ്ടാമതായിട്ട് അത് ആക്ഷനെ കാണിക്കുന്നുണ്ട്, മൂന്നാമതായിട്ട് അതൊരു സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് അബ്സ്ട്രാക്റ്റ് നൗണിനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതായത് ക്വാളിറ്റിയെ കുറിക്കാം. ഗുഡ്നസ്, നന്മ. അതുപോലെ തന്നെ കൈൻഡ്നസ്, ദയ. വിറ്റ്നസ്, സാക്ഷി. അപ്പം ഇവയെല്ലാം തന്നെ എന്താണ്? അബ്സ്ട്രാക്റ്റ് നൗണാണ്. അത് ഒരു ക്വാളിറ്റിയെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അബ്സ്ട്രാക്റ്റ് നൗണാണ്. ഇനി നമുക്ക് വേറെയുണ്ട് ആക്ഷനെ കുറിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ആക്ഷനെ കുറിക്കുന്നത് നമ്മൾ പറഞ്ഞു മൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്സ്, അതിലെല്ലാം തന്നെ എന്താണ്? ഒരു ആക്ഷനെ കുറിക്കുന്നതാണ്. അതും എന്താണ്? അബ്സ്ട്രാക്റ്റ് നൗണാണ്. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റിനെ കുറിക്കുന്ന അഥവാ ഒരു അവസ്ഥയെ കുറിക്കുന്ന പറയാം. ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ബോയ്ഹുഡ്, അതുകൂടെ തന്നെ യൂത്ത്, സ്ലേവറി, സ്ലീപ്പ്. ഇവയെല്ലാം എന്താണ്? ഒരു അവസ്ഥയെ കുറിക്കുന്നതാണ്. അപ്പോൾ അവയെല്ലാം തന്നെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗണിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേറെയും കാര്യങ്ങളുണ്ട്. അതായത് കൗണ്ടബിൾ നൗണെന്നും അൺകൗണ്ടബിൾ നൗണെന്നും തരംതിരിക്കാം. കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റർ, ഡോക്ടർ, ആപ്പിൾ, ബോയ് എല്ലാം തന്നെ എന്താണ്?
കൗണ്ടബിൾ നൗണാണ്. ഇനി അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗണും ഉണ്ട്. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? എണ്ണി തിട്ടപ്പെടുത്തുവാൻ പറ്റാത്തത്. അതിന് നമുക്ക് എന്ത് പറയാം? അതിൽ പ്രധാനമായിട്ടുള്ളത് ഹോണസ്റ്റി, ഗൈഡ്, അതുപോലെ തന്നെ ഗോൾഡ്, ഷുഗർ, ഇവയെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഏകദേശം ധാരണയായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ വളരെയധികം ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. ക്യാൻ യു സേ ദി അബ്സ്ട്രാക്റ്റ് നൗൺ? അബ്സ്ട്രാക്റ്റ് നൗണിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? ഗിവ് ആൻ എക്സാമ്പിൾ. അതായത് ഒരു ഉദാഹരണം പറയുക. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വേണം, അതെന്താണ്? അതൊരു ക്വാളിറ്റിയെ കുറിക്കുന്നതാണ്, ഒരു ആക്ഷനെ കുറിക്കുന്നതാണ്, ഒരു സ്റ്റേറ്റിനെ കുറിക്കുന്നതാണ്. അപ്പം അതിനെല്ലാം തന്നെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്നാണ് പറയുന്നത്. ഇപ്പം ഗുഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റിയെ കുറിക്കുന്നതാണ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദയെ, ഒരു കൈൻഡ്നെസ് ഒരു അവസ്ഥയെ കുറിക്കുന്ന, ഒരു ക്വാളിറ്റിയെ കുറിക്കുന്നതാണ് ആക്ഷൻ. അതുപോലെ തന്നെ തെഫ്റ്റ്, ജഡ്ജ്മെൻറ്റ്, പിന്നെ ഹേറ്റ്രഡ്, ഇവയെല്ലാം തന്നെ എന്താണ്? ഒരു ആക്ഷനെ കാണിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ സ്റ്റേറ്റ്സ് നമ്മൾ പറഞ്ഞു, യൂത്ത്, സ്ലേവറി, ഹെൽപ്പ്, സ്ലീപ്പ്, എല്ലാം തന്നെ എന്താണ്? ഒരു ആക്ഷനെ കുറിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി കൗണ്ടബിൾ നൗൺ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് കൗണ്ടബിൾ നൗൺ? എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നത്. അതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഇപ്പം എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പേന, അത് കൗണ്ടബിൾ നൗണാണ്. ക്യാൻ യു സേ ദി എക്സാമ്പിൾ ഫോർ ദി കൗണ്ടബിൾ നൗൺ? അതായത് കുറേ എണ്ണം തന്നിട്ട് നമ്മൾ ചോദിക്കാം, കൗണ്ടബിൾ നൗണിന് ഒരു ഉദാഹരണം പറയുക. ഇതാണ് കൗണ്ടബിൾ, എണ്ണി തിട്ടപ്പെടുത്താവുന്ന അതിനെയാണ്. അപ്പോൾ നമുക്ക് പറയാം സിസ്റ്റർ, ഡോക്ടർ, ബ്രദർ, ബോയ്, ഇവയെല്ലാം തന്നെ കൗണ്ടബിൾ നൗണാണ്. ഇനി അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരവസ്ഥയെയാണ് കാണിക്കുന്നത്. അത് നമ്മൾക്ക് ഗുഡ്നെസ്, അതുപോലെ തന്നെ ഗോൾഡ്, ഹോണസ്റ്റി, ഇവയെല്ലാം തന്നെ എന്താണ്? അൺകൗണ്ടബിൾ നൗണാണ്. അതിനെ എണ്ണി തിട്ടപ്പെടുത്തുക. ഹോണസ്റ്റി, സത്യസന്ധത, എണ്ണി തിട്ടപ്പെടുത്തുവാൻ പറ്റുകയില്ല, അതൊരു അവസ്ഥയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇത് മനസ്സിലായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.